പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഇൻകം ടാക്സിലെ സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സാലറിയിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സാലറി എന്താണെന്നുള്ളതും സാലറിയുടെ എലമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ സാലറിയുടെ എലമെന്റ്സിലെ അലവൻസസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സാലറിയിലെ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അലവൻസിന് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണ്. മൂന്നാമത്തത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസുമാണ്. പാർഷ്യലി ടാക്സബിൾ അലവൻസിൽ നമ്മളൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റർടൈൻമെന്റ് അലവൻസും ഹൗസ് റെന്റ് അലവൻസും. ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതും ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർഷ്യലി ടാക്സബിൾ അലവൻസിലെ അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസസും അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസസും ആണ്. അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസസിൽ നമുക്കറിയാം, നമ്മുടെ ഓഫീസ് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ഓഫീസ് ജോലിയിലെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് നൽകുന്ന അലവൻസസിനെയാണ് അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഓഫീസിൽ യൂണിഫോം ഇടേണ്ടതുണ്ട്, അത് ഓഫീസ് ജോലിയുടെ ഭാഗമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനും നമുക്ക് കിട്ടുന്ന ഒരു അലവൻസ് ആണ് യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ യൂണിഫോം അലവൻസ് ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു 1000 രൂപ നമുക്ക് യൂണിഫോം അലവൻസ് തരുന്നുണ്ട്. പക്ഷെ 750 രൂപയെ നമുക്ക് ചിലവാകുന്നുള്ളൂ ഒരു മാസത്തിൽ എന്നുണ്ടെങ്കിൽ ബാക്കി 250 രൂപയും നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ 250 രൂപ ടാക്സബിൾ ആണ് അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസ് എന്നുള്ള കാറ്റഗറി. അപ്പോൾ അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസസിന്റെ എക്സംഷൻ ലിമിറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: എക്സംപ്റ്റഡ് അപ് ടു വാട്ട് വി ആർ ആക്ച്വലി എക്സ്പെൻഡഡ്. നമ്മൾ എത്രയാണോ ചെലവഴിച്ചിട്ടുള്ളത് അത്രയും നമുക്ക് എക്സംപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസസ് എന്നുള്ളത് നോക്കാം. സാധാരണയായിട്ട് അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസിൽ ഈ കാറ്റഗറി ഒക്കെയാണ് ഉൾക്കൊള്ളാറുള്ളത്: ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാദമിക് അലവൻസ്, യൂണിഫോം അലവൻസ്. ഇനി ഇതിലെ ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ആവശ്യാർത്ഥം നമ്മൾ നടത്തുന്ന യാത്രകൾക്ക് വേണ്ടി തരുന്ന അലവൻസിനെയാണ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ട്രാവലിംഗ് ഉണ്ടാവും. അങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഒരു 100 രൂപ ഡെയിലി നമുക്ക് ട്രാവലിംഗ് അലവൻസ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ ആ ട്രാവലിംഗ് അലവൻസ് നമുക്കൊരു ഡെയിലി 75 രൂപയെ ചിലവാകുന്നുണ്ടെങ്കിൽ ബാക്കി 25 രൂപ ടാക്സബിൾ ആണ്. അത്രയേ ഉള്ളൂ ഇതിന്റെ കേസിലെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി വലിയ കാൽക്കുലേഷൻസ് ഒന്നും ഈ കേസിലില്ല. ഇനി നെക്സ്റ്റ് വൺ കൺവെയൻസ് അലവൻസ്. കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിനെ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് കൂടി തെറ്റിദ്ധരിക്കാറുണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസ് വേറെയാണ്. ട്രാൻസ്പോർട്ട് അലവൻസ് നമ്മളെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കൺവെയൻസിന്റെ മീനിങ് ഗതാഗതവും കൈമാറ്റവും ഉണ്ട്. കൈമാറ്റവുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺവെയൻസ് അലവൻസ് തരുന്നത്. കൺവെയൻസ് അലവൻസ് ഓഫീസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കുക, നമ്മളെ പേഴ്സണൽ എക്സ്പെൻസ് അല്ല. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് യാത്ര ചെയ്യാനുള്ള എക്സ്പെൻസ് അല്ല കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഓഫീസിലെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടൻസ് ആയിരിക്കാം, ലെറ്ററുകൾ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അങ്ങനെയുള്ള ഒഫീഷ്യൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ കൺവെയൻസ് അലവൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് അലവൻസ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ട്രാൻസ്പോർട്ട് അലവൻസിനെയും കൺവെയൻസ് അലവൻസിനെയും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അതേപോലെ തന്നെ ട്രാവലിംഗ് അലവൻസിനെയും ട്രാൻസ്പോർട്ട് അലവൻസിനെയും മാറിപ്പോകരുത്. ട്രാൻസ്പോർട്ട് അലവൻസ് കംപ്ലീറ്റ്ലി പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള യാത്രയ്ക്കാകാം, അല്ലാതെയുള്ള ട്രാൻസ്പോർട്ട് ആവശ്യാർത്ഥം തരുന്നതും ആകാം. ഇനി ഡെയിലി അലവൻസ്. ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലെ ഡെയിലി എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന അലവൻസിനെയാണ് നമ്മൾ ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഹെൽപ്പർ അലവൻസ്. ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞാൽ ചില ജോലികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പർ ആവശ്യമായിട്ട് വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഫീസിലെ മാനേജറാണ്, നമ്മൾ ഓഫീസ് ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലീനിങ് ഏജന്റിനെ വെക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അലവൻസ് തരും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹെൽപ്പറെ നിശ്ചയിക്കാം. ആ ഹെൽപ്പർക്ക് ഇത്ര ശമ്പളമോ കൂലിയോ നമുക്ക് കൊടുക്കാം. കമ്പനി തരുന്നത് ഒരു 1000 രൂപയാണ് ഹെൽപ്പർ വെക്കാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് 750 രൂപയെ ചിലവാകുന്നുണ്ടെങ്കിൽ ബാക്കി 250 രൂപ നമുക്ക് എടുക്കാവുന്നതാണ്. ആ അലവൻസിൽ 250 രൂപ ടാക്സബിൾ ആവും, ബാക്കി എക്സംപ്റ്റഡ് ആണ്. അക്കാദമിക് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
പെർഫോമൻസിന്റെ ഭാഗമായിട്ട്, ജോബ് പെർഫോമൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏതെങ്കിലും അധികം ഡിഗ്രി എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉയർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പഠനം നടത്തേണ്ടത്. ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആയി എന്ന് കരുതുക. കുറെ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കുറെ കൂടി സൂട്ടാകുമായിരുന്നു. കമ്പനി കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആയി. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം നേടിയെടുക്കണം. അത് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നേടിയെടുക്കുന്നതാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടെങ്കിൽ അത് കമ്പനി നമുക്കൊരു അലവൻസ് ആയിട്ട്, അക്കാദമിക് അലവൻസ് എന്ന് പറഞ്ഞ് മാസത്തിൽ നമുക്കൊരു എമൗണ്ട് തരും. ആ എമൗണ്ട് എത്രയാണോ നമ്മൾ അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്നത് അത്രയും എക്സെപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. യൂണിഫോം അലവൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിഫോം അലവൻസ് എക്സാമ്പിൾ. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ അലവൻസസിനെ കുറിച്ച് ഓർത്തു വെക്കുക. നമ്മുടെ ഓഫീസ് ജോബ് പെർഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അലവൻസസുകളാണ് അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസസ് എന്നുള്ളത്. എത്രയാണോ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് അത്രയും എക്സെപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്, അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസസ്. നമ്മളെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ എംപ്ലോയർ നമുക്ക് അലവൻസസ് തരാറുണ്ട്. അലവൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബേസിക് സാലറിക്ക് പുറമെ നമുക്ക് തരുന്ന റിക്കറിംഗ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് തരുന്ന പേയ്മെന്റിനെയാണ് നമ്മൾ അലവൻസസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അലവൻസസ് തരാറുണ്ട്. അതിൽ പെട്ടിട്ടുള്ള ഒന്നാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, ശരിക്കും നമ്മുടെ എക്സ്പെൻസസ് ആണ്, പക്ഷെ അത് നമ്മുടെ എംപ്ലോയർ ഏറ്റെടുക്കുകയാണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള അലവൻസസ് അതിന്റെ എക്സംഷൻ ലിമിറ്റ് നിർണ്ണയിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു നോട്ടിഫൈഡ് ലിമിറ്റ് വരെ എക്സംപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. അപ്പൊ ഇതിന്റെ റൂൾ ഇതാണ്, എക്സംപ്റ്റഡ് ടു ദ എക്സ്റ്റെന്റ് ടു ദ എമൗണ്ട് നോട്ടിഫൈഡ്. എത്രയാണോ എമൗണ്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അത്രയും എക്സംപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള അലവൻസസിനെ പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ നോട്ടിഫൈഡ് ലിമിറ്റ് എത്രയാണെന്ന് കൂടി പഠിച്ചു വെക്കണം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൽ 100 per month per child, maximum of 2 children. 100 രൂപ വെച്ചിട്ട് മാസത്തില് 2 കുട്ടികൾക്ക് മാക്സിമം നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് നോട്ടിഫൈഡ് ലിമിറ്റ് ഉണ്ട്. ബാക്കി അതിന് മുകളിൽ നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആയിരിക്കും. 100 രൂപ വെച്ച് മാസത്തില് 2 കുട്ടികൾക്ക് വരെ നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടാം. അതിന്റെ അപ്പുറത്തേക്ക് മൂന്നാമതൊരു കുട്ടിക്ക് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. ഇനി ഓരോ കുട്ടികൾക്കും 100 രൂപയിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും ടാക്സബിൾ ആണ്. ഇനി അടുത്തത് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണ്. നമ്മുടെ കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റൽ ഫെസിലിറ്റിയുടെ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയിക്ക് നൽകുന്ന അലവൻസ് ആണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്, നോട്ടിഫൈഡ് ലിമിറ്റ് 300 per month per child, maximum of 2 children. നമുക്കറിയാം ഗവൺമെന്റിന്റെ ഒരു നിയമപ്രകാരം നമുക്ക് നമുക്ക് രണ്ട് എന്നുള്ള പോളിസിയാണ് ഗവൺമെന്റ് വെച്ചിട്ടുള്ളത്. ഇനി ഭാവിയിൽ നമുക്കൊന്നൊക്കെ ആകാം. ഏതായാലും ഗവൺമെന്റ് 2 കുട്ടികൾക്ക് വരെയാണ് എല്ലാ എക്സംഷൻസും, എല്ലാ റിലീഫ്സും, എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. കാരണം ഗവൺമെന്റിന്റെ പോളിസി അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും 2 കുട്ടികൾക്കായിരിക്കും ഈ ബെനിഫിറ്റുകൾ കിട്ടുക. അപ്പൊ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് പ്രകാരം എക്സംഷൻ ഉള്ളത് 300 രൂപ വെച്ചിട്ടാണ് മാസത്തില് 2 കുട്ടികൾക്ക് വരെ ആ എക്സംഷൻ ലിമിറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. ട്രാൻസ്പോർട്ട് അലവൻസ് നമുക്കറിയാം, ഒരു പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ തരുന്ന അലവൻസ് ആണ്. നമ്മുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നതിനും തിരിച്ച് യാത്ര ചെയ്യുന്നതിനും തരുന്ന അലവൻസ് ആണ് സാധാരണ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് തരുന്ന അലവൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവർക്കും ഇതിന് എക്സംഷൻ ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പ്രകാരം 40,000 രൂപ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാനുള്ള അവസരം വന്നതുകൊണ്ട് എല്ലാവർക്കും ട്രാൻസ്പോർട്ട് അലവൻസിൽ ഉണ്ടായിരുന്ന ഡിഡക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിക്യാപ്ഡ് പീപ്പിൾസിന് മാത്രമേ ട്രാൻസ്പോർട്ട് അലവൻസ് അലൗഡ് ആയിട്ടുള്ളൂ. അത് തന്നെ 3200 രൂപ പെർ മന്ത് ആണ് അലവൻസ് എക്സംഷൻ ഉള്ളത്. കിട്ടുന്ന അലവൻസിൽ നിന്നും 3200 രൂപ വരെ മാസത്തിൽ എക്സംപ്റ്റഡ് ആണ്. അതിന് മുകളിൽ അലവൻസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡിക്യാപ്ഡ് പീപ്പിൾസിന് ടാക്സബിൾ ആണ്. സാധാരണ ബാക്കിയുള്ളവർക്കെല്ലാം ഫുള്ളി ടാക്സബിൾ ആണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന അലവൻസ് ആണ്. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന അലവൻസിനെ പറയുന്ന പേര് റണ്ണിങ് അലവൻസ് എന്ന് പറയാറുണ്ട്, ട്രക്ക് അലവൻസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അലവൻസസ് റിസീവ്ഡ് ബൈ എ ട്രാൻസ്പോർട്ട് എംപ്ലോയി എന്ന് പറയാറുണ്ട്.
ഈ അലവൻസ് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സംഷൻ ലിമിറ്റ് തീരുമാനിക്കുന്നത്. ഒന്ന് 10,000 പെർ മന്ത്, രണ്ടാമത് 70% ഓഫ് സച്ച് എമൗണ്ട് വാട്ട് ഹി ഈസ് റിസീവിങ്. അദ്ദേഹം റിസീവ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് എത്രയാണോ അതിന്റെ 70%. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന 10,000 രൂപ പെർ മന്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ 1,20,000 70% ഓഫ് സച്ച് എമൗണ്ട്, നമുക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ 70% കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണോ ചെറുത് ആ ചെറിയ എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്, ബാക്കി എമൗണ്ട് ടാക്സബിൾ ആണ്. മറ്റൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, DA വാങ്ങിക്കുന്ന എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, DA വാങ്ങിക്കുന്ന എംപ്ലോയി, ഡിയർനെസ് അലവൻസ് വാങ്ങിക്കുന്ന എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് അലവൻസ് അയാൾക്ക് എക്സംഷൻ ഇല്ല, കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. ഇപ്പൊ DA ഉള്ള എംപ്ലോയി, ഡെയിലി അലവൻസ് ഉള്ള, ഡിയർനെസ് അലവൻസ് ഉള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതിന് കിട്ടുന്ന ഈ അലവൻസിൽ എക്സംഷൻ ഉണ്ടാകില്ല. അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസിലെ അവസാനത്തത് അണ്ടർഗ്രൗണ്ട് അലവൻസ് ആണ്. അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസിൽ അണ്ടർഗ്രൗണ്ട് അലവൻസ് അല്ലാതെയും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അലവൻസ് അല്ലാതെയും ഉള്ള അലവൻസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് വളരെ കൂടുതലായിട്ട് ചോദ്യങ്ങളിൽ കാണാറുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ചോദ്യങ്ങളിൽ നിന്ന് പരിചയപ്പെടാം. ഏതായാലും അണ്ടർഗ്രൗണ്ട് അലവൻസ് 800 പെർ മന്ത് വരെ എക്സംപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. സാധാരണഗതിയിൽ അണ്ടർഗ്രൗണ്ട് അലവൻസ് കിട്ടാറുള്ളത് മൈനിങ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. അപ്പൊ അണ്ടർഗ്രൗണ്ട് അലവൻസ് കിട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ 800 രൂപ പെർ മന്ത് വരെ എക്സംപ്റ്റഡ് ആണ്. ഇതിലും കൂടുതൽ എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സബിൾ സാലറിയിലേക്ക് പരിഗണിക്കണം. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഒരു പ്രോബ്ലം, ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇതുവരെ നമ്മൾ അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒന്ന് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്, രണ്ടാമത്തത് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണ്, മൂന്നാമത്തത് ട്രാൻസ്പോർട്ട് അലവൻസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ ട്രക്ക് അലവൻസ്, റണ്ണിങ് അലവൻസ്, അല്ലെങ്കിൽ നമ്മൾ അലവൻസസ് ഫോർ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇങ്ങനെയൊക്കെ പറയാറുള്ള അലവൻസ്. ദെൻ ദ ലാസ്റ്റ് വൺ അണ്ടർഗ്രൗണ്ട് അലവൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാലറിയിലേക്ക് പരിഗണിക്കേണ്ട, ടാക്സബിൾ സാലറിയിലേക്ക് പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് വളരെ കൂടുതലൊന്നുമില്ല. നമുക്ക് 5 ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അലവൻസസ് ടു ഗവൺമെന്റ് എംപ്ലോയി ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസ്. സാധാരണയായിട്ട് നമ്മുടെ അംബാസിഡേഴ്സ് ഒക്കെ ഇന്ത്യയുടെ പുറത്ത് വർക്ക് ചെയ്യുന്നു, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് കിട്ടുന്ന അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. കോമ്പൻസേറ്ററി അലവൻസ് അണ്ടർ ആർട്ടിക്കിൾ 222 ഓഫ് 2 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 222 സബ്സെക്ഷൻ 2 പ്രകാരം കിട്ടുന്ന കോമ്പൻസേറ്ററി അലവൻസസ് എല്ലാം exempted ആണ്. നെക്സ്റ്റ് വൺ അലവൻസസ് ടു ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജും സുപ്രീം കോർട്ട് ജഡ്ജിനും കിട്ടുന്ന അലവൻസസും എക്സംപ്റ്റഡ് ആണ്. സാലറി ടു ടീച്ചർ ഓർ പ്രൊഫസർ ഫ്രം സാർക്ക് മെമ്പർ, സാർക്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ സാർക്ക് രാജ്യങ്ങളിലേക്ക് പോയിട്ട് ക്ലാസ് എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി, അതുമായിട്ട് ബന്ധപ്പെട്ട അലവൻസസും കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ സാർക്ക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുണ്ട്. ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ ബൗണ്ടറിയിൽ പങ്കിടുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ സാർക്ക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ശ്രീലങ്ക പോലെയുള്ള, പാകിസ്ഥാൻ പോലെയുള്ള, മാലദ്വീപ്സ് പോലെയുള്ള, ഭൂട്ടാൻ പോലെയുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ, ബംഗ്ലാദേശ്, ഇതൊക്കെ നമ്മൾ സാർക്ക് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വിസിറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് കിട്ടുന്ന അലവൻസസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അലവൻസസ് ഓർ പെർക്വിസിറ്റ് ടു മെമ്പർ ഓഫ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന അലവൻസ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് ഫുൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഇതുവരെ നമ്മൾ 3 തരം അലവൻസസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഫസ്റ്റ് വൺ ഫുള്ളി ടാക്സബിൾ അലവൻസ്, നെക്സ്റ്റ് വൺ പാർഷ്യലി ടാക്സബിൾ അലവൻസ്. പാർഷ്യലി ടാക്സബിൾ അലവൻസ് 3 ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, അത് 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ദ ലാസ്റ്റ് വൺ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഇനി നമ്മൾ പറയാനിരിക്കുന്നത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയെ കുറിച്ചിട്ടാണ്. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാലറിഡ് എംപ്ലോയി ആയതുകൊണ്ട് ആ കാരണത്താൽ നമുക്ക് സാലറി അല്ലാതെ, ഈ പറഞ്ഞിട്ടുള്ള സാലറി അല്ലാതെ കിട്ടുന്ന വരുമാന മാർഗങ്ങളെയാണ് നമ്മൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഉൾക്കൊള്ളുന്നത് എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ഓർ ഡ്യൂ ടു ബി റിസീവ്ഡ് ഫ്രം ദ എംപ്ലോയർ ഓർ എനി ഫോർമർ എംപ്ലോയർ in connection with the termination of service.
സർവീസ് ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ടെർമിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള എംപ്ലോയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന എംപ്ലോയറുടെ കയ്യിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയാണ്. അതുപോലെ തന്നെ എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ഓർ ഡ്യൂ ടു ബി റിസീവ്ഡ് ഫ്രം ദ എംപ്ലോയർ ഓർ എനി ഫോമർ എംപ്ലോയർ ഇൻ കണക്ഷൻ വിത്ത് മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയ്മെൻറ്റിൻ്റെ ടേംസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വഴി നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുകയാണ്. ആ കോമ്പൻസേഷൻ നമ്മളെപ്പോഴും നിലനിൽക്കുന്ന എംപ്ലോയറുടെ കയ്യിൽ നിന്നാകാം, അല്ലെങ്കിൽ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയറുടെ കയ്യിൽ നിന്നാകാം. ഈ കോമ്പൻസേഷനും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ടാണ് പരിഗണിക്കുക. ഇതൊക്കെ നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ ഇത് സാലറി അല്ല. എനി പേയ്മെൻറ്റ് ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം the employer except those which are specially exempt under any clause of section 10. സെക്ഷൻ 10 പറയാത്ത ഏതെങ്കിലും പേയ്മെൻറ്റുകൾ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ട് പരിഗണിച്ച് സാലറിയിൽ ടാക്സബിൾ ആവും. പേയ്മെൻറ്റ് ഫ്രം എനി അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് thereon. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ലാതെ കിട്ടുന്ന അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലെ എമൗണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ഭാവിയിൽ ഡിസ്കസ് ചെയ്യും. എനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും ഇതുപോലെ തന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയാണ്. ഇനി കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു എംപ്ലോയിയുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും തുക കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിലാണ് പരിഗണിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. മീൻസ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി ടേക്കൺ ബൈ എ പേഴ്സൺ ഓൺ ദ ലൈഫ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരാളുടെ പേരിൽ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ്. ഈ എടുക്കുന്ന ആൾ എംപ്ലോയർ ആകുകയോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാകുകയോ ചെയ്യാം. അങ്ങനെയുള്ളത് കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ വരും. ഹൂ ഈസ് ഓർ വാസ് ദ എംപ്ലോയി ഓഫ് ഫസ്റ്റ് മെൻഷൻഡ് പേഴ്സൺ ഓർ ഈസ് ഓർ ഇൻ കണക്റ്റഡ് വിത്ത് എനി മാനർ വാട്ട്സ് ഓവർ വിത്ത് ബിസിനസ് ഓഫ് ദ ഫസ്റ്റ് മെൻഷൻഡ് പേഴ്സൺ. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ പെടുന്നതാണ്. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. രണ്ട് കോമ്പൻസേഷൻ ഉണ്ട്. ഒരു കോമ്പൻസേഷന് നമ്മൾ ടെർമിനേഷൻ്റെ സമയത്ത് കിട്ടുന്നതാണ്. രണ്ടാമത്തെ കോമ്പൻസേഷൻ നമ്മൾ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. രണ്ടും ഫോർമർ എംപ്ലോയിൽ നിന്നോ ഇപ്പോഴത്തെ എംപ്ലോയിൽ നിന്നോ ആകാം. മൂന്നാമത്തത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരിക. പിന്നെ അടുത്തത് സെക്ഷൻ 10 പ്രകാരമല്ലാതെ കിട്ടുന്ന ഏതെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ തന്നെയാണ് പെടുത്തേണ്ടത്. പിന്നെ കീമാൻ ഇൻഷുറൻസ് പോളിസിയും. അപ്പോൾ ഇത്രയുമാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ പെടുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ മധു ഈസ് എംപ്ലോയിഡ് അറ്റ് കോട്ടയം. ഹിസ് ഇൻകംസ് ആർ ബേസിക് പേ 1,95,800, DA 25,900, HRA 2,400, overtime allowance 15,300, medical allowance 12,000. Compute his salary income. ഇത് സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള നമ്മൾ മുൻപ് ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്, സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കിതിൽ ടാക്സബിൾ ആയിട്ടുള്ള വരുമാനങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ എടുത്തിട്ട് വേണം സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇപ്പോൾ തന്നിട്ടുള്ളതെല്ലാം ഇയർലി ഇൻകം ആണ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കാൽക്കുലേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ ടാക്സബിൾ ഇൻകംസ് പരിഗണിച്ചുകൊണ്ട് നമുക്ക് സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. നമുക്കിതിൽ അറിയാം ഏതൊക്കെയാണ് ടാക്സബിൾ ഇൻകം, ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് എന്നുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എഴുതി വെക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഓഫ് മിസ്റ്റർ മധു ഫോർ അസസ്മെൻറ്റ് ഇയർ 2020-21. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ എക്സ്പ്ലനേഷനാണ്, ഇതാണ് കാണാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയതിന് ശേഷം അതിൽ ടാക്സബിൾ ആയിട്ട് വരുന്ന ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ബേസിക് പേ ഫുള്ളി ടാക്സബിൾ ആണ്. എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ അത് എക്സംപ്റ്റഡ് ആണ് എന്ന് നോട്ട് ചെയ്യുകയും വേണം. സോ ബേസിക് പേ ടാക്സബിൾ ആണെന്ന് അറിയാം. അപ്പോൾ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് നമ്മൾ എഴുതി വെക്കുക. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1,95,800 ആണ്. അപ്പോൾ 1,95,800 നമ്മൾ എഴുതി വെക്കുക.
DA നമുക്കറിയാം ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് DAയുടെ മുഴുവൻ എമൗണ്ടും പരിഗണിക്കുക. DAയുടെ എമൗണ്ട് പറഞ്ഞിട്ടുള്ള 25,900 ആണ്. ഇനി നമുക്കറിയാം ഓവർ ടൈം അലവൻസും ഇതേപോലെ തന്നെ ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ എന്നുള്ള ബേസിക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത്. ഓവർ ടൈം അലവൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 15,300 ആണ്. 15,300. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മറ്റൊരു അലവൻസ് ആണ് മെഡിക്കൽ അലവൻസ്. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ അതും അതേപടി എത്രയാണോ ഇവിടെ തന്നിട്ടുള്ള എമൗണ്ട് ആ എമൗണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതുക. മെഡിക്കൽ അലവൻസ് 12,000 ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു, 12,000. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ഉണ്ട് ഇതിൽ, HRA. HRA എന്നുള്ള ഐറ്റം നമുക്കറിയാം ഒരു പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില കാൽക്കുലേഷൻ ഒക്കെ ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ HRAയുടെ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. HR എത്ര പേ ചെയ്യുന്നത് എന്നുള്ളത് തന്നിട്ടില്ല. അങ്ങനെ പേ ചെയ്തത് തന്നിട്ടില്ലെങ്കിൽ HRA ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഹൗസ് റെന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആയിരിക്കുമെന്ന് ഇപ്പം പുതിയൊരു അറിവായിരിക്കും. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. HRAയുടെ കേസിൽ എത്രയാ പേ ചെയ്തതെന്ന് തന്നിട്ടില്ലെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഇനി നമുക്കിവിടെ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് സാലറി നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന ഫിഗർ 2,51,400 ആയിരിക്കും. അപ്പം ഇതിൽ ഓരോ ഐറ്റം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,51,400 രൂപ കിട്ടും. ഇതാണ് ഗ്രോസ് സാലറി. ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ടാക്സബിൾ സാലറി കിട്ടും. ഇവിടെ നമ്മളോട് ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രോസ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഐറ്റംസ് ഉള്ളതാണ്. ശ്രീമതി അഞ്ജലി ഈസ് എംപ്ലോയിഡ് ഇൻ മധുരൈ. ഹെർ ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. നമ്മൾ ഇൻകംസ് ആണ് തന്നിട്ടുള്ളത്. ബേസിക് സാലറി 23,000 പെർ മന്ത്, ഡിയർനെസ് അലവൻസ് 3,000 പെർ മന്ത്, കമ്മീഷൻ അറ്റ് 1% ഓഫ് ടേൺ ഓവർ 14 lakh, HRA 5,000 പെർ മന്ത്, ഡെപ്യൂട്ടേഷൻ അലവൻസ് 4,000 പെർ മന്ത്, ഓവർ ടൈം അലവൻസ് 600 പെർ മന്ത്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 1,000 പെർ മന്ത്, ഫെസ്റ്റിവൽ അലവൻസ് 3,000, ടെലിഫോൺ അലവൻസ് 1,000 പെർ മന്ത്. During the previous year, she paid 40,000 as house rent. കമ്പ്യൂട്ട് ഗ്രോസ് സാലറി. ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ഗ്രോസ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഇതിൽ നമുക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസസ് ഉണ്ട്, പാർഷ്യലി ടാക്സബിൾ അലവൻസസ് ഉണ്ട്, മറ്റ് കേസസ് ഒന്നും ഇതിൽ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഫുള്ളി ടാക്സബിൾ അലവൻസസ് എല്ലാം നമ്മൾ പരിഗണിക്കുക. പാർഷ്യലി ടാക്സബിൾ അലവൻസിൽ ഏതൊക്കെയാണോ ടാക്സ് വാല്യൂ ഉള്ളത്, എക്സംപ്റ്റഡ് എമൗണ്ട് ഒഴിവാക്കിയിട്ട് ബാക്കി എമൗണ്ട് ഗ്രോസ് സാലറിയിലേക്ക് പരിഗണിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. നമുക്ക് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അഞ്ജലിയുടെ കേസിൽ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഓഫ് ശ്രീമതി അഞ്ജലി ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21 എന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹെഡിങ് എഴുതുക. എന്നിട്ട് ബേസിക് സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിവിടെ സാലറി എല്ലാം പെർ മന്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബേസിക് സാലറി ഇവിടെ പറഞ്ഞിട്ട് നമുക്കറിയാം ബേസിക് സാലറി ഫുള്ളി ടാക്സബിൾ ആണ്. ബേസിക് സാലറി തന്നിട്ടുള്ളത് 23,000 ആണ്. 23,000 × 12 ചെയ്ത് കഴിഞ്ഞാൽ 2,76,000 ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി അതുപോലെ തന്നെ ഡിയർനെസ് അലവൻസ് ആണ് നെക്സ്റ്റ് ഐറ്റം. ഡിയർനെസ് അലവൻസ് നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3,000 പെർ മന്ത് ആണ്. അപ്പോൾ 3,000 പെർ മന്തിനെ നമ്മൾ 12 വെച്ച് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇയറിലേക്ക് മാറ്റേണ്ടതുണ്ട്. 3,000 × 12 നമുക്ക് ആൻസർ കിട്ടുക 36,000 ആയിരിക്കും. 36,000. ഇനി അടുത്ത ഐറ്റം കമ്മീഷൻ പെർസെൻറ്റേജ് ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 14 lakh ടേൺ ഓവർ ഉണ്ട്. അതിൻ്റെ 1% ആണ് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 14,000 ആയിരിക്കും കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവുക. 14,000 കമ്മീഷൻ 14,000 14,000 രൂപയായിരിക്കും.
ഇനി HRIയുടെ കേസ് നമുക്കറിയാം ഒരു എക്സെപ്ഷണൽ കേസാണ്, അല്ലെങ്കിൽ HRIയിൽ ഒരു എക്സംപ്റ്റഡ് വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാർഷ്യലി ടാക്സബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് വർക്കിംഗ് നോട്ടിൽ ചെയ്യേണ്ടതുണ്ട്. HRI നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഇവിടെ എത്രയാണ് റെന്റ് പേ ചെയ്തതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. HRI കിട്ടുന്നത് പറഞ്ഞത് 5,000 പെർ മന്ത് ആണ്. റെന്റ് പേ ചെയ്തിട്ടുള്ളത് 40,000 ആണ്. ഇയർലി റെന്റ് ആണ് പേ ചെയ്തിട്ടുള്ളത് 40,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് എക്സംഷൻ കിട്ടുക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റഡ്, വർക്കിംഗ് നോട്ട് ഓഫ് HRI ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റഡ് എന്ന് എഴുതും. എന്നിട്ട് ആക്ച്വൽ HRI, ഇവിടെ കിട്ടിയിട്ടുള്ള HRI നമുക്കറിയാം 5,000 ഇൻറ്റു 12 ആണ്. 5,000 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ HRI 60,000 കിട്ടും. 60,000. ഇനി റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെന്റ് പേ ചെയ്തത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 40,000 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 40,000 മൈനസ് 10% ഓഫ് സാലറി. സാലറിയുടെ 10%. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRI നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബേസിക് പേയും DPയും, DP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയും കമ്മീഷൻ പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തതാണ് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് പേ നമുക്കറിയാം 2,76,000 ആണ്. പ്ലസ് DP അല്ല ഇവിടെ ഉള്ളത്, ഇവിടെ ഡിയർനെസ് അലവൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സാലറിയുടെ HRIയുടെ സാലറിയിൽ പരിഗണിക്കില്ല DA. ദെൻ കമ്മീഷൻ പെർസെൻറ്റേജ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 14,000 ആണ്. 14,000 രൂപയാണ് കമ്മീഷൻ പെർസെൻറ്റേജ്. കമ്മീഷൻ തന്നെയാണ്. അപ്പൊ 14,000 രൂപ അതും ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,90,000 ആയിരിക്കും നമ്മളെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ പർപ്പസ് ഓഫ് HRIയുടെ പർപ്പസിലെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,90,000 ആയിരിക്കും. 2,90,000ന്റെ 10% ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 2,90,000ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29,000 ആയിരിക്കും. സോ 29,000. ഇനി നമ്മൾ 40,000ൽ നിന്ന് 29,000 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 11,000 ആയിരിക്കും. 11,000. അപ്പൊ നമുക്ക് ഒരു ഫിഗർ 60,000 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഫിഗർ 11,000 കിട്ടിയിട്ടുണ്ട്. ഇനി 40% ഓഫ് സാലറി. സാലറിയുടെ 40% ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സാലറി നമുക്കറിയാം 2,90,000 ആണ്. ഈ HRIയുടെ പർപ്പസിലെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 40% ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇവിടെ 50% ആണ് എടുക്കേണ്ടത്. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ മധുരയിലാണ് ഈ അഞ്ജലി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 40% ഓഫ് സാലറി പരിഗണിച്ചാൽ മതി. 2,90,000ന്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,16,000 രൂപയായിരിക്കും. 1,16,000 രൂപയായിരിക്കും. ആ 1,16,000 ഇപ്പൊ 3 എമൗണ്ടുകളായി. ഒന്ന് 60,000, രണ്ടാമത്തെ 11,000, മൂന്നാമത്തെ 1,60,000. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് എക്സംപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറുത് നമുക്ക് 11,000 ആണ്. അപ്പൊ 11,000 എക്സംപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. അപ്പൊ ടാക്സബിൾ HRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ HRIയിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് കുറച്ചിട്ടുള്ളതാണ്. ആക്ച്വൽ HRI നമുക്കറിയാം 60,000 ആണ്. 60,000ൽ നിന്ന് 11,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 49,000 ആയിരിക്കും. 49,000 റുപ്പീസ് ടാക്സബിൾ ആണ്. അപ്പൊ നമ്മൾ ആ ടാക്സബിൾ ഫിഗറിലേക്ക് നമ്മൾ ആ 49,000 കൂടി എഴുതി ചേർക്കുന്നു ടാക്സബിൾ സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിലേക്ക്. ഇനി ഡെപ്യൂട്ടേഷൻ അലവൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെപ്യൂട്ടേഷൻ അലവൻസ് നമുക്ക് നേരത്തെ അറിയാം, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ് ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഡെപ്യൂട്ടേഷൻ അലവൻസിന് നമ്മൾ നെക്സ്റ്റ് പരിഗണിക്കുക. ഡെപ്യൂട്ടേഷൻ അലവൻസ് 400 പെർ മന്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4,800 ആയിരിക്കും ഇയർലി ഉണ്ടാവുക. 4,800. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് CCA. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫുള്ളി ടാക്സബിൾ ആണ്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 600 പെർ മന്ത് ആണ്. 600 പെർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,200 ആവും ഇയർലി. 7,200. നെക്സ്റ്റ് വൺ ഫെസ്റ്റിവൽ അലവൻസ് ആണ്. ഫെസ്റ്റിവൽ അലവൻസും ഇതേപോലെ തന്നെ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഫെസ്റ്റിവൽ അലവൻസ് 1,000 പെർ മന്ത് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടാക്സബിൾ സാലറിയിലേക്ക് പരിഗണിക്കുമ്പോൾ 12,000 ആയിരിക്കും ഇയർലി. ദെൻ ടെലിഫോൺ എക്സ്പെൻസും ഇതേപോലെ തന്നെ ഫുള്ളി ടാക്സബിൾ ആണ്. ഫുള്ളി ടാക്സബിൾ ആയതുകൊണ്ട് തന്നെ ടെലിഫോൺ എക്സ്പെൻസ് ആണ് 1,000 പെർ മന്ത്. അപ്പൊ അതുകൊണ്ട് ടെലിഫോൺ എക്സ്പെൻസ് 12,000 ആണ്. ഫെസ്റ്റിവൽ അലവൻസ് 3,000 ആണ്. ഇയർലി ആണ് തന്നിട്ടുള്ളത്, മന്ത്ലി അല്ല.
സോ ഇത്രയുമാണ് നമുക്ക് ഗ്രോസ് സാലറിയിലേക്ക് പരിഗണിക്കേണ്ട ഐറ്റംസ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് സാലറി കിട്ടും. അതിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരം ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സാലറി കിട്ടും. ഇവിടെ നമ്മളോട് നെറ്റ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ഗ്രോസ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യുന്നു. 2,76,000, 36,000, 14,000, 49,000, 4,800, 7,200, 3,000, 12,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,14,000 ആയിരിക്കും കിട്ടുക. 4,14,000. അപ്പോൾ നമ്മൾ ഇതാണ് ഗ്രോസ് സാലറി ആയിട്ട് വരുന്നത്, 4,14,000. വളരെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് നോട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള എക്സംഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വർക്കിംഗ് നോട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഇത് CMA വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ മുഗൾ ജോയിൻഡ് സ്റ്റാർ ലിമിറ്റഡ് ഓൺ 1/4/2019. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഹിസ് സാലറി ആർ ആസ് ഫോളോസ്. Basic 5,000 per month, dearness allowance 2,000 per month, 50% considered for retirement benefit. അപ്പോൾ ഇതിൽ 50% DP ആണ്, 50% DAയുമാണ്. 2,000 പെർ മന്ത് കിട്ടുന്നതിൽ 1,000 രൂപ പെർ മന്ത് DA ആയിട്ടും പരിഗണിക്കണം, 1,000 രൂപ പെർ മന്ത് DP ആയിട്ടും പരിഗണിക്കണം. ഇത് DA ആയിട്ട് ഒരുമിച്ചെടുത്ത് എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ HRAയുടെ കമ്പ്യൂട്ടേഷൻ്റെ പർപ്പസിലൊക്കെ DPയുടെ ഭാഗമാണ് നമ്മുടെ HRAയുടെ കമ്പ്യൂട്ടേഷൻ്റെ സാലറി ആയിട്ട് പരിഗണിക്കാറുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കണേ. ഇനി ഇത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓർക്കണം ഏതൊക്കെയാണ് ഫുള്ളി ടാക്സബിൾ, ഏതൊക്കെയാണ് പാർഷ്യലി ടാക്സബിൾ, എത്ര എക്സംഷൻ ഉണ്ട് എന്നുള്ളതെല്ലാം. അങ്ങനെയാകുമ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമാകും. ഇനി നമ്മൾ ഹോസ്റ്റൽ അലവൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷണൽ അലവൻസ് ആണ് ഉദ്ദേശിച്ചത്. 1,000 പെർ മന്ത് ആണ്. ഹി ഹാസ് 1 son and 3 daughters. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും ഉണ്ട്. കിട്ടുന്നത് 1,000 പെർ മന്ത് ആണ്. അപ്പോൾ 12,000 രൂപ കിട്ടുന്നുണ്ടാവും. പക്ഷേ നമുക്കറിയാം 2 കുട്ടികൾക്ക് 100 രൂപ വെച്ച് പെർ മന്ത് ആണ് നമുക്ക് എക്സംഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം. ഹോസ്റ്റൽ അലവൻസ് ഇതുപോലെ തന്നെ എക്സംഷന് 2 കുട്ടികൾക്കേ ഉള്ളൂ. നൺ ഓഫ് ദ ചിൽഡ്രൻ ഈസ് സെൻഡ് ടു ഹോസ്റ്റൽ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഹോസ്റ്റലിൽ പോകുന്നുണ്ടോ ഇല്ല എന്നുള്ള. ഹോസ്റ്റൽ അലവൻസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എക്സംഷൻ കഴിച്ച് ബാക്കി ഭാഗം ടാക്സബിൾ ആണ്. മെഡിക്കൽ അലവൻസ് 1,000 പെർ മന്ത് ആണ്. 1,000 പെർ മന്ത് മെഡിക്കൽ അലവൻസ് നമുക്കറിയാം. മെഡിക്കൽ അലവൻസ് എത്ര ഇൻക്വയർ ആയതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഫുള്ളി ടാക്സബിൾ ആണ്. ട്രാൻസ്പോർട്ട് അലവൻസ് 1,800 പെർ മന്ത് തന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസിൽ സാധാരണക്കാർക്ക് എക്സംഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാൻഡികാപ്ഡ് പീപ്പിൾസിന് എക്സംഷൻ ഉണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസ് ഒരു പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള അലവൻസ് ആണ്. സെർവൻ്റ് അലവൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുള്ളി ടാക്സബിൾ ആണ്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്, 2,000 പെർ മന്ത് ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,000 പെർ മന്ത്. നമുക്കറിയാം ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ട്. ഇത് ഗവൺമെൻറ് എംപ്ലോയി അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളി ടാക്സബിൾ ആണ്. അസിസ്റ്റൻ്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പർ അലവൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണേ. ഹെൽപ്പർ അലവൻസ് നമുക്കറിയാം നമുക്ക് പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണ്. ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ പേ ചെയ്തത് അത്രയും എക്സംഷൻ കിട്ടും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3,000 പെർ മന്ത് ആണ്. പെയ്ഡ് ടു അസിസ്റ്റൻറ്റ് 2,000 പെർ മന്ത് എന്നും തന്നിട്ടുണ്ട്. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസ് ഇത് അക്കാദമിക് അലവൻസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കാദമിക് അലവൻസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസ് തന്നെയാണ്. 2,000 പെർ മന്ത് ആണ് കിട്ടിയിട്ടുള്ളത്. ആക്ച്വൽ എക്സ്പെൻസ് ഫോർ ദ പർപ്പസ് 8,000 പെർ മന്ത് ആണ്. ദെൻ ബോണസ് 24,000 പെർ ആനം, കമ്മീഷൻ 9,000 പെർ ആനം, ഫീസ് 5,000 പെർ ആനം. കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് സാലറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്താം. ഈ ഒരു ക്വസ്റ്റ്യൻ വ്യത്യസ്തമായിട്ടുള്ള അലവൻസസ് ഉൾക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ അലവൻസസിൻ്റെ കേസ് നമുക്ക് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് പാർഷ്യലി ടാക്സബിൾ അലവൻസ് ഉണ്ട്, ഫുള്ളി ടാക്സബിൾ അലവൻസ് ഉണ്ട്. പാർഷ്യലി ടാക്സബിൾ അലവൻസിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 3 കാറ്റഗറിയിൽ വരുന്ന അലവൻസസും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സാലറിയുടെ പാർട്ട് ഏകദേശം ഇതുവരെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് എന്ന് അറിയാൻ വേണ്ടി പറ്റും. പരമാവധി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഇനി നമുക്ക് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
നമുക്കറിയാം, ആദ്യം നമ്മൾ ഹെഡിങ് എഴുതണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടാക്സബിൾ സാലറി ഓഫ് മിസ്റ്റർ മുഗൾ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. ഇത് ഇവിടെ അതേപോലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒരു കോളം കൊടുക്കുക. 2 എമൗണ്ട് കോളം 3 എമൗണ്ട് കോളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു എമൗണ്ട് കോളം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ബേസിക് സാലറി നമുക്കറിയാം, ബേസിക് സാലറി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5000 ആണ്. 5000 × 12 ചെയ്ത് കഴിഞ്ഞാൽ 60000 കിട്ടും. പിന്നെ നമ്മൾ എലവൻസ് ഓഫ് സാലറിയിൽ നമ്മൾ അലവൻസ് അല്ലാത്ത ഐറ്റംസ് എല്ലാം ആദ്യം പരിഗണിക്കുന്നു. ബോണസ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവസാനം തന്നിട്ടുണ്ട് 24,000 പെർ ആനം ആണ്. അപ്പോൾ നമ്മൾ അതേപടി എഴുതുന്നു. കമ്മീഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9,000 പെർ ആനം ആണ്, അതേപടി എഴുതുന്നു. പിന്നെ നമ്മൾ ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏണിങ്സ് കൂടിയുണ്ട്, അതെടുത്ത് എഴുതുന്നു. അതും ക്വസ്റ്റ്യനിൽ 5,000 പെർ ആനം ആണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ അലവൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. അലവൻസിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് നമുക്കറിയാം 100 പെർ മന്ത് വെച്ചിട്ട് 2 ചിൽഡ്രൻസിന് വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്. നമ്മളപ്പോൾ എക്സംഷൻ താഴെ എഴുതുന്നു. എക്സംഷൻ 100 × 2 × 12 ചെയ്ത് കഴിഞ്ഞാൽ 2400 രൂപയാണ്. നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നത് 1000 വെച്ചിട്ടാണ്. ഇപ്പോൾ 12,000 രൂപ വർഷത്തിൽ കിട്ടുന്നുണ്ടാകും. ഇനി നമ്മൾ ആ 2400 രൂപ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൽ ടാക്സബിൾ ആയിട്ടുള്ള ഭാഗം. അതായത് 2400 രൂപ എക്സംപ്റ്റഡ് ആണ്. 9600. ഹോസ്റ്റൽ അലവൻസ് നമുക്കറിയാം 300 വെച്ചിട്ടാണ് എക്സംഷൻ ഉള്ളത് 2 കുട്ടികൾക്ക്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് 7200 രൂപ എക്സംഷൻ കിട്ടും. പക്ഷേ നമുക്ക് 24,000 രൂപ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 2000 × 12 ചെയ്ത് കഴിഞ്ഞാൽ 24,000 കിട്ടും. അതിൽ നിന്ന് 7200 കുറച്ച് കഴിഞ്ഞാൽ 16,800 രൂപയായിരിക്കും ടാക്സബിൾ ആയിട്ടുള്ളത്. ദെൻ മെഡിക്കൽ അലവൻസ് നമുക്കറിയാം ഫുള്ളി ടാക്സബിൾ ആണ്. 1000 രൂപ വെച്ചിട്ട് 12,000 രൂപ പെർ ആനം ടാക്സബിൾ ആയിരിക്കും. ട്രാൻസ്പോർട്ട് അലവൻസ് 21,600 രൂപയാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്, 1,800 പെർ മന്ത് വെച്ചിട്ട്. നമ്മൾ ട്രാൻസ്പോർട്ട് അലവൻസ് ഹാൻഡിക്യാപ്ഡ് പീപ്പിൾസിന് മാത്രമേ ഇപ്പം എക്സംഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 21,600 രൂപയും ടാക്സബിൾ ആയിരിക്കും. സെർവൻ്റ് അലവൻസ് 1000 രൂപ പെർ മന്ത് ആണ് കിട്ടുന്നത്. സെർവൻ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ 12,000 രൂപയും ടാക്സബിൾ ആയിരിക്കും. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നമുക്ക് 2,000 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. 2,000 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് 24,000 രൂപ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. എൻ്റർടൈൻമെൻറ്റ് അലവൻസും ഇതേപോലെ തന്നെ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് എംപ്ലോയിക്കും ഗ്രോസ് സാലറി കാണുന്ന സമയത്ത് ഫുള്ളി ടാക്സബിൾ ആയിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത്. ഗ്രോസ് സാലറിക്ക് ശേഷമാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് ഡിഡക്ഷൻ ഉള്ളത്. ഏതായിരുന്നാലും എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 12,000 രൂപ ടാക്സബിൾ ആണ്. അസിസ്റ്റൻ്റ് അലവൻസ് നമുക്കറിയാം ഹെൽപ്പർ അലവൻസ് ആണ്. അസിസ്റ്റൻ്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് കിട്ടുന്ന അലവൻസ് ആണ്. എത്രയാണോ ചിലവഴിച്ചത് അത്രയും എക്സംഷൻ ഉണ്ട്. 36,000 രൂപയാണ് നമുക്ക് അസിസ്റ്റൻ്റ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. 3,000 രൂപ വെച്ചിട്ട് മാസത്തിൽ. നമുക്ക് എക്സംഷന് 24,000 രൂപ കിട്ടും. കാരണം നമ്മൾ 2,000 രൂപ വെച്ച് മാസം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ളത് 12,000 രൂപയായിരിക്കും. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസ് അക്കാദമിക് അലവൻസ് തന്നെയാണ്. അക്കാദമിക് അലവൻസ് നമുക്ക് എത്രയാണോ ചിലവഴിച്ചത് അത്രയും എക്സംഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് 2,000 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 24,000 രൂപയായിരിക്കും അക്കാദമിക് അലവൻസ് പെർ ആനം റിസീവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചിലവഴിക്കുന്നത് അതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഉണ്ട്. 8,000 പെർ മന്ത് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്നത് മുഴുവനും നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് മാറും. ഇനി നമ്മൾ അപ്പോൾ അതിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അലവൻസിൽ നമുക്ക് ടാക്സബിളായി എമൗണ്ട് ഒന്നുമില്ല. ഇനി നമുക്ക് ഇതെല്ലാം ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ ഫിഗറും കൂടിയും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലവൻസസ് മാത്രം ടാക്സബിൾ ടോട്ടൽ ചെയ്തിട്ട് 1,44,000 എഴുതിയിട്ടുണ്ട്. ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ ഫിഗറും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,42,000 കിട്ടും. ഇപ്പം നമുക്ക് ഗ്രോസ് സാലറിയാണ് കിട്ടിയിട്ടുള്ളത്. നെറ്റ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് കൂടി പരിഗണിക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഗ്രോസ് സാലറിയാണ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഗ്രോസ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ചോദിക്കുക, തീർച്ചയായിട്ടും മറുപടികൾ ഉണ്ടാകും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇൻകം ടാക്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.